വീണോ? പുലി വീണു. കഴിഞ്ഞ രണ്ടാഴ്ചകളായി പുലിയുടെ ആക്രമണത്തിൽ ആട് വളർത്തി ജീവിച്ചുകൊണ്ടിരുന്ന ശാന്തയമ്മയ്ക്ക് 2 ആടുകളെയാണ് നഷ്ടപ്പെട്ടത്. ഒരു കുട്ടിയാടിനെയും, അതായത് കുട്ടിയാട് ഈ ആടിന്റെ മൂത്ത, അതായത് ഇതിന്റെ ആ കൊണ്ടുപോയ ആടിന്റെ ചെറുതാണിത്, അതിന്റെ തള്ളയെയും 2 ആടുകളെ കഴിഞ്ഞ 2 ആഴ്ചകളായി ആക്രമിച്ച് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ബഹുമാനായ പത്തനാപുരം MLA ശ്രീ ജ്യോതികുമാർ ചാമക്കാല ഈ സ്ഥലം സന്ദർശിക്കുകയും അമ്മയ്ക്ക് 2 ആട്ടിൻകുട്ടികളെ പകരമായി നൽകുകയും ചെയ്തു. ഒപ്പം ഈ ആക്രമണകാരിയായ പുലിയെ പിടിക്കുന്നതിനായി വനപാലകരുമായി ചേർന്ന് ഉടൻ തന്നെ കൂട് സ്ഥാപിക്കുന്നതിനുള്ള നടപടിയെടുക്കുകയും ചെയ്തു. അങ്ങനെ ഇന്നിപ്പം ആക്രമണകാരിയായ പുലി കൂട്ടിൽ കുടുങ്ങി. അതിനെ ഇപ്പോൾ വനപാലകർ കൊണ്ടുപോയിരിക്കുകയാണ്. ഇതിനകത്ത് ഒരു ഉത്തരവാദിത്തമുള്ള ജനപ്രതിനിധിയുടെ നിശ്ചയദാർഢ്യവും ഇച്ഛാശക്തിയും നിഴലിച്ചു നിൽക്കുന്നു. ഏറ്റവും തന്നെ തെരഞ്ഞെടുത്ത ജനപ്രതിനിധിയെ തെരഞ്ഞെടുത്ത ജനങ്ങളെ സേവിക്കുന്ന ഒരു ഉത്തരവാദിത്തമുള്ള ഒരു ജനപ്രതിനിധിയായി അദ്ദേഹം അതിന്റെ അവസാനത്തെ ഉദാഹരണമായിട്ടാണ് ഈ പുലിയുടെ ആക്രമണത്തെ കണ്ടത്. ആ പുലിയെ ഇന്ന് കൂട്ടിലടച്ച് കൊണ്ടുപോയിട്ടുള്ളത്. അതുപോലെ ആനയുടെ ആക്രമണം, വന്യജീവികളുടെ ആക്രമണം വളരെ രൂക്ഷമായി വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് അവസാനിപ്പിക്കുന്നതിന്, ഇതിന് തടയിടുന്നതിന്, ജനങ്ങൾക്കൊരു ആശ്വാസമാകുന്നതിന് വേണ്ടി ആ ഉത്തരവാദിത്വത്തോടു കൂടി ജനപ്രതിനിധി പെരുമാറുന്നു എന്നത് വളരെ അങ്ങേയറ്റം സന്തോഷമുണ്ട്. അതിനൊപ്പം ആ വനപാലകരുടെ ഉത്തരവാദിത്വം, അവർ കൃത്യമായ സമയങ്ങളിൽ ഇടപെടുന്നു എന്നുള്ളത് അവരെ അങ്ങേയറ്റം പ്രശംസിക്കുവാനും ഈ അവസരം വിനിയോഗിക്കുകയാണ്. എന്തായാലും ശാന്തയമ്മയ്ക്ക് സന്തോഷമായി. ആടിനെ പിടിച്ച പുലിയെ കൂട്ടിലടച്ചു. പോയ ആടിന് പകരമായി MLA 2 ആട്ടിൻകുട്ടികളെയും കൊടുത്തു. ബഹുമാനായ MLA വിളിച്ച് സംസാരിച്ച് വളരെയധികം സന്തോഷത്തിലാണ് ശാന്തയമ്മ. പുലി കൂട്ടി വേണം. പുലിയെ പിടിച്ചു. സാർ എനിക്ക് 2 MLA സാർ എനിക്ക് 2 ആടിനെ തന്നു. അതിവിടെ ഇല്ല. അത് ഞാൻ എൻ്റെ മക്കളെ വീട്ടിൽ കൊണ്ടുപോയി. ഇനി അതിനെല്ലാം ഇനി കൊണ്ടുവരണം. കൊണ്ടുവന്ന് നമ്മുടെ ജീവിതം ഇല്ല. പിന്നെ എന്തുവാ, സാർമാർ പറഞ്ഞു ആടിനെ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ കൊണ്ടുപോയത് ഞാൻ തന്നെ രാത്രി കൊണ്ടുപോയത്. ഒരു വിട്ടു. ഇന്നലെ ഞാനൊന്ന് കാണാനൊന്ന് പോയായിരുന്നു. പോയി കണ്ടിട്ട് പിന്നെ ഒരു മരണത്തിനും പോയി ഞാൻ ഓടി വന്നപ്പോൾ കുട്ടി ഇവിടെ ഉണ്ട്. 8 മണി ആക്കിയിട്ടാ പോയത്. അല്ലാതെ ഞാൻ ഇടം വല്ലം പാനൊക്കത്തില്ല എഴുന്നേറ്റു. അങ്ങനെ അതുകൊണ്ട് ഇപ്പൊ പുലി കൂട്ടി വീണ 2 മണി കഴിഞ്ഞു. അന്നേരം ഒരു മഴ. പിന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് മുറ്റത്ത് ഇറങ്ങല്ലേന്ന് പറഞ്ഞു. ഞാൻ മുറ്റത്ത് ഇറങ്ങിയിട്ടില്ല. അന്ന് പിന്നെ ശബ്ദം കേട്ടേ ഉള്ളു, ഇറങ്ങിയിട്ടില്ല. അത് നമ്മുടെ കയ്യിൽ നിന്ന് മുതൽ പോയി കഴിഞ്ഞപ്പോഴേ ഇനി അതിനെ ഇളക്കി കൊണ്ടുവരണം. ഇളക്കി കൊണ്ടുവന്നെങ്കിൽ നമ്മുടെ സന്തോഷം മാത്രമല്ല.